പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. എന്ത് പറ്റി? ഇന്ന് ഫുൾ റൊമാൻറ്റിക് ആണല്ലോ. ഭാര്യ പിടിച്ചിട്ടിടിച്ച മോനെ, പലർക്കും നടക്കാത്തൊരാഗ്രഹം, പലരും നോക്കിയിരുന്ന സാധനം കിട്ടി മോനെ. പലർക്കും നടക്കാത്ത കാര്യം, പലരും പിന്നാലെ നടന്നിട്ട് കിട്ടാവുന്ന സാധനം എൻ്റെ അടുത്തേക്ക് വന്നു മോനെ. എനിക്ക് വയ്യ. കണ്ട എന്ത് പറ്റി? കാര്യം ആ പൂതല്ല, എനിക്ക് മനസ്സിലായി. ആ എന്ത് പോവാന്ന് പറ. നമ്മള് മറ്റേ ആ ചേച്ചിയില്ലേ റീൽസ് ഒക്കെ ചെയ്യണേ, ഇന്ന് രാവിലെ എനിക്ക് ഒരു OTP വന്നേക്കണു. എന്നിട്ട് മെസ്സേജ് അയച്ചു, OTP നിന്റെ നമ്പർ ആയി പോയി, അറിയാതെ വന്നതാണ്, സോറി എന്നും പറഞ്ഞുകൊണ്ട്. എന്നെ കുറിച്ച് ആലോചിക്കാതെ എന്റെ നമ്പറിലേക്ക് എങ്ങനെ OTP വരും? അതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഓർക്കണം. ഇല്ല, ജസ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ച്. ഞാൻ ഓൾറെഡി അവരുടെ റീൽസ് ഒക്കെ കാണാറുണ്ടല്ലോ, നേരത്തോട്ട് കാണും. അവര് പലതും ഇടും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും, റീൽസ് കാണും, ഷെയർ ചെയ്യും, കമന്റ് ഒക്കെ ഇടാറുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് എല്ലാവരും ഇടും, പലരും മിണ്ടില്ല. കാരണം അവരിടുന്ന റീൽസുകൾ പല രീതിയിലാണ്. അവരുടെ പെണ്ണുമ്പിള്ളമാരെ എടുത്തിട്ട് അലക്ക്. ഉറപ്പല്ലേ? ഇല്ലടാ, ഞാൻ കാണാണ്ട് ഇനിയിപ്പോ വീട്ടിൽ നിന്ന് പ്രശ്നമായിരുന്നു. ഒരു ദിവസം എന്നെ കണ്ണുവീഴ്ച കാണിച്ചാ, ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഒഴിവാക്കി വിട്ട് പിന്നെ ഞാൻ വീട്ടിലിരുന്ന് കാണാറില്ല, പുറത്തിരുന്ന് കാണും. എടാ, OTP എന്റെ നമ്പറിലേക്ക് വന്നു. എന്റെ നമ്പർ അറിയാതെ വന്നല്ലോ. അപ്പൊ തന്നെ ഒരു മെസ്സേജും വന്നു, ഞാൻ അറിയാതെ നമ്പർ കൊടുത്തു പോയതാണ്, സോറി, ആ OTP നമ്പർ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഞാൻ അത് പറഞ്ഞു കൊടുത്തു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അവരെന്നെ കുറിച്ച് ഓർത്തിട്ടായിരിക്കുമല്ലോ എൻ്റെ നമ്പർ. ഓർക്കണം, പലവന്മാരും പിന്നാലെ നടന്നിട്ടുണ്ട്, ഞാൻ അധികം നടന്നിട്ടില്ല, എന്നിട്ടും എൻ്റെ നമ്പർ പോരാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മെസ്സേജും കൂടി വന്നു, അടിപൊളി, എനിക്കൊരു 5000 രൂപ തരുമെന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ എന്തോ എവിടെ ഒരു എമർജൻസി ആയിട്ട് നിൽക്കണം, ഇവർക്ക് ബാങ്കിൽ പോകാൻ ടൈം കിട്ടിയില്ല, ഗൂഗിൾ പേയുടെ നമ്പർ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അവിടെ ഉണ്ട്. പെണ്ണുമ്പുള്ളിയാണെങ്കിൽ കുടുംബശ്രീന്ന് കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ 5000 രൂപ വാങ്ങിച്ചു. 5000 രൂപ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അല്ലടാ അവള് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാനൊരു കൂട്ടുകാരൻ്റെ QR കോഡ് അയച്ചു തരാം, കാരണം വെച്ചാൽ ഫോൺ വേറെ ഇല്ലല്ലോ, അയച്ചു തരാം, അതിലേക്ക് പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെ കുത്തിനങ്ങോട്ട് പിടിച്ചു. എൻ്റെ പറഞ്ഞാൽ മര്യാദക്ക് എൻ്റെ അക്കൗണ്ടിൽ പെട്ടെന്ന് പൈസ കിട്ടും, ഒരു അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഞാൻ പൈസ ഇടിച്ചു ബാങ്കിൽ. എന്നിട്ട് ഞാൻ ആ ക്യൂആറിലേക്ക് അപ്പം തന്നെ അയച്ചു കൊടുത്തു. നീ ഒരു കാര്യം കണ്ട, ഈ ഇടവകയിൽ മൊത്തത്തിൽ നടക്കാത്ത കാര്യം ഉണ്ടല്ലോ, ഞാൻ പോയി സെറ്റാക്കിയതാണ്. പലരും കോമ്പറ്റീഷൻ ഉണ്ടാക്കണം, വലിയ കോമ്പറ്റീഷൻ, ഒരാൾ പറഞ്ഞിട്ടില്ല. ഇവന്റെ ഒന്നും പെണ്ണുമ്പിള്ളമാര് ഇത് അറിയണില്ലേടാ. എടാ, അടി കിട്ടൂല വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തന്നെ അന്ന് കാണിച്ചു കഴിഞ്ഞപ്പോ കണ്ണൂരിട്ട് കാണിച്ചു, പിന്നെ ഞാൻ വീട്ടിൽ ചെയ്യണ്ടോ, ഒരു റീൽസും കാണാറില്ല. അടിപൊളി, പാവം. എന്താണ് നീ എന്താ വിളിച്ചു പറയാൻ പോയ അവരെ? ഇല്ലടാ, പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുത്തല്ലോ. അപ്പൊ പിന്നെ എനിക്ക് സംസാരിക്കാന്ന് കരുതി. അതിന് മുമ്പിട്ട റീൽസിലല്ല അവരുടെ മൂക്കൂത്തി, അതിന് മുമ്പത്തെ റീൽസിലുള്ള മൂക്കൂത്തി നല്ലായിരുന്നു, ഒരു പൊടിയാണെങ്കിലും അതിൽ നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം വന്ന റീൽസിൽ ആ മൂക്കുത്തി അത്ര പോരാ, ഇത് പുതിയ മൂക്കുത്തി. അപ്പൊ അതൊന്ന് ഇനി തൊട്ട് നേരത്തെ ഇട്ടാൽ മതി എന്ന് പറയാൻ വേണ്ടി നോക്കിയതാ. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം. അല്ല ബ്രോ, നിങ്ങളുടെ ഭാര്യ മൂക്കുത്തി ഇട്ടിട്ടുണ്ടോ? അത് ആര് നോക്കണത്? അതാണ്, സ്വന്തം ഭാര്യയുടെ മൂക്കുത്തിയും കാക്കപ്പുള്ളിയും ഒന്നും അറിയരുത്, നാട്ടുകാരുടെ മൊത്തം അറിയാല്ലേ. ഇത് റീൽസ് ചെയ്യണല്ലോ, നീ അങ്ങനെ പറയല്ലേ. മനസ്സിലായ? അടിപൊളി. നീ ആയിരിക്കും ഇതൊക്കെ ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യണത്. ഞാൻ നിങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞത്, ആ പെണ്ണുപിള്ളിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ ആൾക്കാർ പറയുന്നു. അങ്ങനെയും പറഞ്ഞു അച്ഛൻ പറഞ്ഞത്. അച്ഛൻ അങ്ങനത്തെ കാര്യം പറഞ്ഞു, എനിക്കിത് എന്താന്ന് മനസ്സിലായില്ലേ. ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. എടാ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ മറ്റൊരു OTP സ്കാം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിചയമുള്ള നമ്പറിൽ നിന്നായിരിക്കും വിളിക്കുക. ആ സ്കാമറാണ് താങ്കളുടെ അടുത്ത് പൈസ ചോദിച്ചിട്ട് കൂട്ടുകാരന്റെ അക്കൗണ്ടിൽ ഇടാനല്ലേ പറഞ്ഞത്. നിങ്ങൾ ഇട്ട് കൊടുത്തില്ലേ? ഇട്ട് കൊടുത്തു, നിങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു, OTP പറഞ്ഞു കൊടുത്തില്ലേ. ഇപ്പൊ നിങ്ങളുടെ വാട്സപ്പ് വർക്കിംഗ് ആണ്, എന്തോ ഒരു കംപ്ലൈന്റ് എന്നല്ലേ പറയുന്നത്. ഇപ്പൊ നിന്റെ വാട്സപ്പ് ഉപയോഗിച്ച് നാട് നിങ്ങളെ പിരിവ് നടത്തുന്നുണ്ടാവും. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും മറ്റേ സ്റ്റേഷനിനടുത്തല്ലേ, ഒന്ന് അവിടെ ചെന്നൊന്ന് പറ. അപ്പൊ അവര് സൈബർ സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് തിരിച്ചു കിട്ടും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇവരിതൊക്കെ വെച്ച് വേറെന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ നീ തന്നെ കുടുങ്ങും. നീ ഇപ്പൊ ചെയ്തത് മണ്ടത്തരമാണ്, സാരല്ല. പക്ഷെ വലിയ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ
ഒന്ന് ആ സ്റ്റേഷനിൽ വിളിച്ചൊന്ന് പറ, സൈബർ സെല്ലിൽ ഒന്ന് ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി വേണമെങ്കിലും നിനക്ക് ഇൻഫോം ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരും യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കേരള പോലീസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഡെയിലി അവയർനെസ്സിന് വേണ്ടി ആ കേരള പോലീസിൻ്റെ പേജെങ്കിലും ഒന്ന് കാണും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ